ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമുക്ക് ഇന്നും സ്റ്റഡി ബ്ലോഗ് തന്നെ കാണാം. പക്ഷേ ഇന്ന് ഞാൻ ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ് പഠിക്കുന്നത് ഗൈസ്. ഇന്ന് ഞാനാണെങ്കിൽ നഴ്സിംഗ് ഫൗണ്ടേഷനാണ് പഠിക്കുന്നത്. എളുപ്പം പഠിക്കും, ബിക്കോസ് ജസ്റ്റ് മനസ്സിലാക്കുന്നു, നോക്കിയിട്ട് എഴുതുന്നു, അതേ ഉള്ളൂ. ബിക്കോസ് നഴ്സിംഗ് ഫൗണ്ടേഷൻ ഒരു 26 ചാപ്റ്ററുണ്ട്. അത് എന്തായാലും മൊത്തം പഠിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ മനസ്സിലാക്കി ജസ്റ്റ് കുറച്ചായിട്ട് പഠിക്കാം. അപ്പം അത് അറ്റ്ലീസ്റ്റ് പഠിക്കാം. എൻ്റെ സെക്കൻഡ് എക്സാം നഴ്സിംഗ് ഫൗണ്ടേഷനാണ്. ഇനിയിപ്പോൾ ആകെ 1.5 വീക്കേ ഉള്ളൂ. അപ്പോൾ പഠിക്കണം, കുറച്ച് സമയമുള്ളൂ, കുറച്ചേ പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ പഠിക്കാം. നഴ്സിംഗ് ഫൗണ്ടേഷൻ പഠിക്കുന്നത് കൊണ്ട് ഞാൻ എത്ര നേരം പഠിക്കും, എനിക്ക് എത്ര ഇൻട്രസ്റ്റ് കാണും എന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം ഞാൻ എത്രയും പഠിക്കുന്നത്. ഓക്കെ, ബിക്കോസ് മൊത്തം കൂടെ പഠിക്കാൻ നമ്മൾ ഇത് റോബോട്ടല്ലല്ലോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് മനസ്സിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ച് പഠിക്കാം. നമ്മുടെ കയ്യിൽ നിന്നിട്ടാണല്ലോ നമുക്ക് എഴുതാമല്ലോ. ഓക്കെ, നമുക്ക് പഠിക്കാം. ഗൈസ്, ഇത് അവിടെ ഇരുന്നാണ് ഞാൻ പഠിക്കുന്നത്. എന്നും ഞാൻ ഡിഫറെൻറ്റ് സ്ഥലത്തായിരിക്കും. ഇന്ന് അവിടെ ഇരുന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഓക്കെ, പഠിക്കാം ഗൈസ്. നമുക്കറിയോ, ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ 3 തരത്തിലുണ്ട്. ഒന്ന് ഇൻട്രാ, ദെൻ ഇൻ്റർ, ദെൻ എമർജൻസി. നമ്മളിപ്പോൾ എന്താ പഠിക്കുന്നത്? ട്രാൻസ്ഫറിങ് പ്രൊസീജിയർ. So intra means inside the hospital. So ward to ICU, ICU to ward to OT, ward to diagnostic areas. Okay. Then inter means outside. So one hospital to another hospital. Emergency means the patient want critical. The patient want a better care critically. Patient are in a critical condition, so want to go emergency transfer. ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അഡ്മിഷൻ, ഡിസ്ചാർജ്, ട്രാൻസ്ഫർ. പിന്നെ കെയർ ഓഫ് ഡിസ്ചാർജ്, ആഫ്റ്റർ കെയർ ഓഫ് യൂണിറ്റ് ആഫ്റ്റർ ഡിസ്ചാർജ്. ഇത് നമുക്ക് പഠിക്കണം. ദീസ് ആർ ദെൻ ബെഡ് മേക്കിംഗ്. ദീസ് ആർ ഇമ്പോർട്ടൻറ്റ്. പഠിക്കും. പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. സോ ബോറടിക്കുന്നുണ്ടോ ചോദിച്ചാൽ നമ്മൾ പഠിക്കാനുള്ള എയിമിൽ വന്നതുകൊണ്ട് ബോറടിക്കുന്നില്ല. ബട്ട് ഞാൻ പഠിക്കുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷൻ ആയതുകൊണ്ട് എനിക്ക് ബോറടിക്കും. പിന്നെ എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല. ഞാൻ ടെക്സ്റ്റൊന്നും എടുത്തുകൊണ്ട് വന്നിട്ടില്ല. ബിക്കോസ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് എൻ്റെ ഫോണിൽ ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രം പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം നമ്മളിത് ChatGPT ആൻസർ തരും, അങ്ങനെയാണ് പഠിക്കുന്നത്. സോ ഞാൻ ടെക്സ്റ്റും കൊണ്ടുവന്നിട്ടില്ല. എനിവേ നമുക്ക് പഠിക്കാൻ ഗൈസ്. പിന്നെ ഞാൻ ലേറ്റ് ആയിട്ടാണ് വന്നത്. ഇപ്പോൾ 10 o'clock ആയി. പെട്ടെന്ന് 1 o'clock ആവും. ഓക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ 11:30 ആയി. ഞാൻ അറ്റ്ലീസ്റ്റ് ഈ ചാപ്റ്ററിലെ ലോങ്, ഷോർട്ട് എസ്സേ, ഷോർട്ട് ആൻസർ അത് നോക്കി. ബിക്കോസ് ഇന്നലെ ഞാൻ ആദ്യം പഠിച്ചതാണ്. സോ അത് ഞാൻ പഠിച്ചു. ഇനി ആകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ഇതൊക്കെ ഒരു ഐഡിയ ഉണ്ട് എന്തൊക്കെയാണ് അറിയാം. ഒന്നുകൂടെ എക്സാമിന് മുന്നേ ഒന്ന് നോക്കിയാൽ ഓക്കെ ആവും. കഴിഞ്ഞിട്ട് ഇതാം മൊത്തമൊന്നും അറിഞ്ഞൂടാ, പക്ഷെ എന്തൊക്കെയാണ് ഒരു മീനിങ്, എന്തൊക്കെയാണ് സംഭവം മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ ഇത് പഠിക്കണം നോക്കാം. ഞാനാണെങ്കിൽ ഇവിടെ ബോർഡിൽ എഴുതുവാണ്. ബിക്കോസ് കുറേ നേരമായിട്ട് ഇരുന്ന് മടുത്തു. സോ കുറച്ച് നേരം ബോർഡിൽ എഴുതി പഠിക്കാമെന്ന് വെച്ചു. എനിക്കിപ്പം ഞാൻ എഴുതിയതാണ്, അത് കാണിച്ചത്. ഇതൊക്കെ ഞാൻ എഴുതിയതാണ്. എന്താ ചരിച്ചൊക്കെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നീളലുള്ളൂ. സോ ഇങ്ങനെ എഴുതിയത് എങ്ങനെ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ബോർഡിൽ എഴുതാൻ എന്തോ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ചരിച്ചത്. പിന്നെ വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ.
അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ട് വർഷ ഇരുന്ന് പഠിക്കുന്നുണ്ട്. വർഷനെ കാണിച്ചു തരാം. വർഷ അവിടെ പ്രകൃതിയായിട്ടിരുന്ന് പഠിക്കുക. ഹായ് വർഷ. സ്റ്റഡിങ്. ഇൻട്രസ്റ്റ് ഇല്ലെന്നാണ് നമ്മൾ പറയുന്നത് പഠിക്കാൻ. ബട്ട് എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ചോദിച്ചത്. എന്നാലും പഠിക്കും. ബിക്കോസ് സപ്ലി പേടിച്ചാണ്. കയ്യിലെല്ലാം ചോക്ക് പൊടിയാണ്. ബിക്കോസ് ഞാൻ ഇത്ര നേരം ചോക്കിലൊന്നും എഴുതായിരുന്നു. ബോർഡിൽ ചോക്കിലൊന്നുമല്ല, ബോർഡിൻ്റെ സൈഡിൽ നിന്ന് എഴുതായിരുന്നു. കൈ ഫുള്ള് ചോക്ക്. ഫോണും. അപ്പോൾ ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാം. ഇനി ഒരു 1 hour കൂടെ ഉള്ളൂ നമ്മളിവിടെ. ഇനി ഉച്ച കഴിഞ്ഞ് പഠിക്കും. ബട്ട് അതിന് മുന്നേ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ പഠിക്കും. ഓക്കെ, പഠിക്കട്ടെ. അങ്ങനെ 2 essay പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമ്മൾ പഠിച്ചിട്ട് പോവാം. പിന്നെ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് പഠിക്കാം. പിന്നെ എന്താ, നമുക്ക് essay പഠിക്കാം. പഠിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ബാക്കി പഠിക്കാം. നിങ്ങൾക്ക് എന്നും എൻ്റെ ഈ വ്ലോഗ് ബോറായിട്ട് തോന്നുന്നുണ്ട്. അതെ, ഇപ്പം ഞാൻ സ്റ്റഡി മാത്രമല്ല ചെയ്യുന്നത്. അതുകൊണ്ടല്ല ഞാൻ നിങ്ങളിത് കാണിക്കുന്നു. നിങ്ങളിത് കാണണം. ഓക്കെ, ആഫ്റ്റർ എക്സാംസ് വേറെ വ്ലോഗ് ചെയ്യും. ഓക്കെ, നമ്മൾ സ്റ്റഡി ചെയ്യും. വട്ട് ഐ ഡു അല്ലേ നമ്മൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് വേറെ കണ്ടൻസ് ഒന്നുമില്ല. ബിക്കോസ് ഐ ആം എ ഫ്രഷർ. സോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു. അങ്ങനെ ഹാഫ് ഓഫ് essay പഠിച്ചു. ഷോർട്ട് essayയും കൂടെ ഉള്ളൂ. നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാൻ ഹോസ്റ്റലിൽ പോകും. ഇനിയും വൈകിട്ട് സെൻട്രൽ ലൈബ്രറി പോയി പഠിക്കും. അതേ ഉള്ളൂ. എന്നാൽ ഇത്ര വന്ന് വിട്ടുന്ന പഠിച്ചല്ലോ, നമുക്ക് പോവാം. ഓക്കെ, ബൈ ഗായ്സ്. എൻ്റെ ഫ്രണ്ട് വർഷ പിന്നെയും വരുന്നുണ്ട്. അവൾ അവിടെ തന്നെ ഇരുന്ന് പിന്നെയും പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ പോവാം, ഉറക്കം വരുന്നു ഗൈസ്. അപ്പം ഓക്കെ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.